ബോർഡ് മാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോർഡ് മാസ് എന്ന ടോപ്പിക്കാണ്. വളരെ ഈസിയായ ഒരു ടോപ്പിക്കാണിത്. എന്നാൽ വളരെയധികം കൺഫ്യൂഷൻ നിറഞ്ഞതുമായ ഒരു ടോപ്പിക്കാണിത്. ഈ ടോപ്പിക്കിൽ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ അഡീഷന്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ബ്രാക്കറ്റ്, ഡിവിഷൻ ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ ആകെ കൺഫ്യൂഷൻ ആകും. പക്ഷേ ഈസി വേയിൽ ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുള്ളൊരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ബി എന്ന് പറയുന്നത്, അതായത് ബ്രാക്കറ്റ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഓഫ്. മൂന്നാമത് ഡിവിഷനെയാണ്. ആൻഡ് നാലാമത്തെയാണ് മൾട്ടിപ്ലിക്കേഷൻ. അഞ്ചാമത്തത് അഡീഷൻ. ആൻഡ് ആറാമത്തെ നമ്മൾ സബ്ട്രാക്ഷൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടുകയാണെങ്കിൽ 2 + 3 × 5 ഹരിക്കണം 6 എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. ആദ്യം ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണോ വേണ്ടത് എന്ന് ചിലർ ചിന്തിക്കും. ചിലർ വിചാരിക്കും ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണോ തുടങ്ങേണ്ടത് എന്ന് ചിന്തിക്കും, അല്ലേ? പക്ഷേ ഇത് ചെയ്യേണ്ട ഒരേ ചെറിയൊരു കാര്യം മാത്രം, ഇതിൽ നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ബ്രാക്കറ്റ് ഇല്ല എന്ന് കണ്ടാൽ നെക്സ്റ്റ് ഓഫ്. ഓഫിലൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. എന്താണ് ഓഫ്? ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് 2/3 എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 2 × 3 എന്നാണ്. അതേപോലെ 4/5 എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ 4 × 5 എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 8/6 7/1 ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്തത് ഓഫും അതിലില്ല എങ്കിൽ നമ്മൾ അടുത്ത് നോക്കണം ഡിവിഷൻ. എന്തെങ്കിലും ഡിവിഷൻ ഇതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇതിൽ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിനുശേഷം അഡീഷൻ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. സോ ബോർഡ് മാസ് നമുക്ക് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ 3 × 2 ഡിവൈഡഡ് ബൈ 2 - 4 + 5 × 2 ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ബോർഡ് മാസിന്റെ ഫോർമുല? ആദ്യം ബി ആണ്, അല്ലെ? ഇതിൽ ബ്രാക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ബ്രാക്കറ്റിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് ഓഫ്. ഇവിടെ ഓഫ് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ 5 × 2 എന്നുണ്ട്. പക്ഷെ അത് 5/2 എന്നല്ല എഴുതിയത്, അപ്പൊ അതും അല്ല. ഇനി അടുത്ത് നമുക്ക് എന്താണ്? ഇവിടെ ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഡിവിഷൻ ഉണ്ടോ? യെസ്, ഇതാണ് ഡിവിഷൻ. അപ്പോൾ ഇവിടെ 2/2 എന്താണ്? 1 എന്ന ആൻസർ ആണ് കിട്ടുന്നത്. 3 × 1 - 4 + 5 × 2. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, അല്ലേ? ഇവിടെ 3 എന്ന് ഉത്തരം കിട്ടും. ആൻഡ് 4 + 5 × 2 10 എന്നും ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താണ്? അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഒരു സംഭവമുണ്ട്. നമുക്ക് നേരെ അങ്ങ് ചെയ്തു പോകാം. അവിടെ നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിട്ട് പിന്നെ അതൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഇതൊന്നും നോക്കണ്ട, നേരെ ചെയ്താൽ മതി. അതായത് 3 - 4 എത്രയാണ്? -1 ആണ്, +10 ആണ്. ആൻസർ 9. അടുത്ത ക്വസ്റ്റ്യൻ 150 - 75 ഹരിക്കണം 5 × 5. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ബോർഡ് മാസ് റൂള് നമുക്ക് നോക്കാം. അതായത് ആദ്യം ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്, അല്ലെ? 75 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പോൾ 150 - 50 × 5 എത്ര കിട്ടും? 150 - 15 × 5 75 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ ഈസ് 75. ഇത് നോക്കൂ, 2+ ഇതാണ് ബ്രാക്കറ്റ്. ഉണ്ടോ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. വലിയൊരു ബ്രാക്കറ്റും ഇവിടെ വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ബ്രാക്കറ്റ് ഇതിന്റെ ഉള്ളിലും വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ബോഡ്മാസ് ഫോർമുല അനുസരിച്ച് നമ്മൾ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ബ്രാക്കറ്റിനെ ആദ്യം ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം അടുത്ത ഈ വലിയ ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാം ആദ്യം ചെയ്യണം. അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനുള്ളിലുള്ള ചെറിയ ബ്രാക്കറ്റിനെയും ചെയ്യണം. ഓക്കെ, അപ്പൊ 2 പ്ലസ് ഈ വലിയ ബ്രാക്കറ്റിനുള്ളിലെ എല്ലാത്തിനും നമുക്കൊന്ന് എടുക്കാം. 4 into 8 മൈനസ് 6 3 18 അല്ലേ? ഓക്കെ, ഇനി 2 പ്ലസ് ഇതിൻ്റെ ഉള്ളിലുള്ള 8 into 4 എത്രയാണ്? 32. 32 മൈനസ് 18. ഓക്കെ, ഇങ്ങനെ കിട്ടും നമുക്ക്. സോ ഇതെങ്ങനെ കിട്ടും? 2 പ്ലസ് 14 ഈക്വൽ ടു ഇതാണ് നമ്മുടെ ആൻസർ. സോ നെക്സ്റ്റ് ഇതേ 9 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇതേ വലിയൊരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഇതൊരു വലിയ ബ്രാക്കറ്റാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെല്ലാം എന്തുണ്ട്? ചെറിയ ചെറിയ ബ്രാക്കറ്റുകളുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ ബ്രാക്കറ്റിൽ തന്നെ 1 ഡിവിഷനാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം അല്ലേ? അപ്പം എല്ലാം തന്നെ നമുക്ക് വീണ്ടും എടുത്തെഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിലേക്ക് എടുത്താക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ഈ കുഞ്ഞു ബ്രാക്കറ്റിലുള്ളത് എല്ലാം തന്നെ നമുക്കിങ്ങനെ ചെയ്തു പോകാം. ഈ കുഞ്ഞു ബ്രാക്കറ്റിൽ 7 8 56 മൈനസ് 85 പ്ലസ് 9 8 72 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 2. ഓക്കെ ആണല്ലോ? അങ്ങനെ നമ്മുടെ വലിയ ബ്രാക്കറ്റ് മാത്രമേ ഇനിയുള്ളൂ. ഇനി നമുക്ക് നമ്മൾ വിചാരിക്കും 9 ഡിവൈഡഡ് ബൈ എന്ന് കാണുമ്പോൾ ഈ 9 ആദ്യം ചെയ്യണമെന്ന്. അല്ല, ആദ്യം ഈ ബ്രാക്കറ്റിലുള്ള എല്ലാം തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഫുള്ളായിട്ട് ചെയ്യാം. അതായത് 56 മൈനസ് 85 പ്ലസ് 72 മൈനസ് 2 എത്ര കിട്ടും നമുക്ക്? 41 എന്ന് കിട്ടും അല്ലേ? 41 ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? 0.2 ആണ്. അടുത്തത് ഒരു ടിപ്പ് ക്വസ്റ്റ്യൻ ആണ്. 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 4. കണ്ടാൽ സിമ്പിൾ ആണ്, എന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് വളരെ ഡൗട്ടാണ് അല്ലേ? ഇതിന് ചെറിയൊരു ഫോർമുലയുണ്ട്. അതായത് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി ഈക്വൽ ടു എ ബൈ ബി സി ഡി എന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? 1/2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 1/24 എന്ന് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇത് സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. 16 ഹരിക്കണം 8 ഹരിക്കണം 4 ഹരിക്കണം 2 ആൻസർ കണ്ടെത്തുക ആൻഡ് കമൻറ്റിൽ രേഖപ്പെടുത്തുക.